എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറേ പേര്, ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് കമന്റിലും അതുപോലെ തന്നെ ഫോൺ ചെയ്തിട്ടും പറഞ്ഞ് നമ്മുടെ ഗൗരാമിനെ എങ്ങനെയാണ് ബ്രീഡിങ്ങിന് സെറ്റ് ആക്കാൻ, അതായത് ഗൗരാമിയുടെ ബ്രീഡിംഗ് പോണ്ടും അതുപോലെ തന്നെ പെയറിനെ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ആക്കി എടുക്കാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് ക്യാമറയുടെ പിന്നിൽ നമ്മുടെ നെയ്മാണ്, നമ്മുടെ ഇതൊക്കെ ചെയ്തില്ലേ പൂച്ച പേർഷ്യൻ ക്യാറ്റ്, ആ നെയ്മ് നമ്മളെ കൂടെ ഇന്ന് ക്യാമറയുടെ പിന്നിലുണ്ട്, നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം തുറന്നു വിടണം. അപ്പോൾ നമ്മുടെ ടാങ്കിന് വാൾവുണ്ട്, ആ വാൾവ് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കണം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ 2 ദിവസം മഴ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങളെ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതോ നെയ്മും അസാനും ഒരു ഹായ് പറഞ്ഞേ. അടിപൊളി. എപ്പോഴും ഞാന് നമ്മളെ ഈ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴും മീനെ പിടിക്കുമ്പോഴൊക്കെ ഇവരെ ഇൻവോൾവ് ചെയ്യും. അപ്പൊ ഈ ടാങ്കാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രീഡിംഗ് പെയറിനെ സെറ്റ് ആക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിന്റെ അളവ് പറയണമെങ്കിൽ ഇത് 4 മീറ്റർ നീളവും അതുപോലെ തന്നെ 4 മീറ്റർ വീതിയും 3 അടി വെള്ളത്തിന്റെ ഹൈറ്റുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ പിങ്കിനെ ഒരു പെയറിനെ, ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ബ്രീഡിങ്ങിനെ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെറ്റീരിയൽ കൊടുക്കുന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയുടെ സംബന്ധമായിട്ട് നമ്മൾ ചെയ്യും. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഫീഡ്, അതായത് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളില്ലേ, നെസ്റ്റ് ഔട്ട് ആയ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് പേര് ഇത് ചെയ്ത് ഇത് പറഞ്ഞായോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് കാണിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും വീഡിയോസും ഇതിൻ്റെ ഈ സീരീസിലുള്ള വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ കൃഷിയിലേക്ക് വരിക. എല്ലാവർക്കും വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്യാം. ഇപ്പം നമ്മുടെ കരിമീൻ, ഒരു പെയർ കരിമീനുണ്ട്, അതും ബ്രീഡ് ചെയ്യാൻ ആയിട്ടുണ്ട്. അതിങ്ങനെ മുട്ടടുന്ന സ്ഥലം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ കല്ലിന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. മുട്ട ഇട്ട് കഴിഞ്ഞാലേ ആ മുട്ട എടുത്ത് നമുക്ക് എങ്ങനെ വിരിയിക്കാന്നുള്ളതൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഈ വെള്ളം കണ്ടില്ലേ, ഇത് നല്ല ഡാർക്കായിട്ട് കിടക്കുക. അപ്പൊ ഇത് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല വെള്ളം കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്താൽ പെട്ടെന്ന് ബ്രീഡാവാൻ സാധ്യത ഉണ്ട്. എപ്പോഴും നമുക്ക് സാധ്യതയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സ്ഥലത്ത് നല്ല അറ്റ്മോസ്ഫിയർ എല്ലാം കിട്ടിയിട്ട് പോലും ബ്രീഡാവാത്തതൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല കച്ചറുണ്ട്. ഇതാണ് നമ്മളെ മുർസൽ ഭായ്. മുർസൽ ഭായ് ദേഖോ, ഹായ് ബോലോ. ഹായ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ സഹായികള്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അധികം ലാഗ് ചെയ്യിക്കുന്നില്ല. ഈ സൈഡൊക്കെ ഒന്ന് നന്നായി തേച്ച് ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ഫീൽ കൊടുക്കണം. അപ്പോൾ അവർക്കൊരു പുതിയ ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ബ്രീഡാവാൻ സാധ്യതയുണ്ട്. എല്ലാം സാധ്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇതൊക്കെ മൃഗങ്ങളാണ്, എന്താ പറയുക, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, ജീവികളാണ്, ഹോർമോണാണ് എല്ലാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ്. അതായത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. നല്ല നല്ല ചളിയുണ്ട്. അപ്പോൾ ഈ ചളിയൊക്കെ നമ്മൾ വൃത്തിയാക്കിയാലേ നമുക്ക് ഇവർ ബ്രീഡിങ്ങിന് ടെൻഡൻസി കാണിക്കുള്ളൂ. കണ്ടില്ല, ഇത്രയും ചളിയുണ്ട്. മാത്രമല്ല ഇതിൽ ബ്ലാക്കും പിന്നെ ഒരു റെഡ് ഐ ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഈ 2 എണ്ണത്തിനാണ് നമ്മൾ ഇതിൽ നിർത്തുള്ളൂ. ഇത് അവരുടെ ബ്രീഡിംഗ് പോണ്ടാണ്. ബ്ലാക്കിനെ നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റും. അതുപോലെ തന്നെ റെഡ് ഐ ഉണ്ട് ഒരു മെയില്, അതിനെ നമ്മൾ വലിയ ടാങ്കിലേക്ക് മാറ്റും. അതിൽ ഫുള്ള് റെഡ് ഐയാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിങ് മെറ്റീരിയൽസ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കയറ് അതുപോലെ തന്നെ ചാക്കൊക്കെ മുറിച്ചിട്ട് കൊടുക്കാം. മാത്രമല്ല ഇപ്പോൾ ടാങ്കിൽ അതുപോലെ പാറമടയിലൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ കൂടുണ്ടാക്കാൻ വെച്ചു കൊടുക്കേണ്ടതില്ലേ, അത് ഇതുപോലത്തെ ടിന്ന് നമുക്ക് വെച്ചു കൊടുക്കാം. ഇവിടെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു ടിന്ന് ഒരു ടയറിൽ കെട്ടിയിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രെയിം വെച്ചു കൊടുക്കാം. ആ ഫ്രെയിമിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ അതുപോലെ തന്നെ
അതെങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. നമ്മളെ ഫ്രണ്ട് അത് നന്നായി ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള വീഡിയോ ആണത്, ഇൻഫോർമേറ്റീവ് ആണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊട്ട വെച്ച് കൊടുക്കാം. നമുക്ക് കൊട്ട വെച്ച് കൊടുക്കാം. ആ കൊട്ട എങ്ങനത്തെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൊട്ട വെച്ച് കൊടുക്കുമ്പോൾ എന്താ വിഷയിച്ചാലേ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കൊട്ട വെച്ച് കൊടുക്കാം, കെട്ടി വെച്ച് കൊടുക്കാം. കൊട്ട വെച്ച് കൊടുത്താലേ ചെറിയൊരു പ്രോബ്ലം ചിലത് കണ്ടില്ല, ഇവിടെ പൊളിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വലിയ ഫിഷൊക്കെ ആണെങ്കിൽ ഒരു 5 കിലോ 6 കിലോ ഉള്ള ഫിഷൊക്കെ ആണെങ്കിൽ അവർ ഉള്ളിലേക്ക് ഈസി ആയിട്ട് കിടക്കും. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവരെ പുറത്തുള്ള മുള്ളു ഇതിൽ ഉടക്കും. അങ്ങനെ കീറുന്നതാണിത്. അപ്പോൾ ടിന്ന് നല്ല വലിയ സ്പേസ് ഉള്ളതാണ്. അപ്പോൾ ഏതാണോ നമുക്ക് സൗകര്യം അത് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുണ്ടാക്കാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ്, വേസ്റ്റ് ബിന്ന്, അല്ലെങ്കിൽ നമ്മളെ ബിസ്ക്കറ്റ് ടിന്ന്, അതല്ലെങ്കിൽ ഫ്രെയിം, എന്തോ ആയിക്കോട്ടെ, മുള എന്തോ ആയിക്കോട്ടെ, അതൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് കൂടുണ്ടാക്കാനായിട്ട്. അപ്പൊ അത് വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താ വെച്ചാല് ഈ കൊട്ടയുടെ ഏറ്റവും മുകൾ ഭാഗമല്ലേ, അത് മിനിമം ഒരു 6 ഇഞ്ച് വെള്ളത്തിന്റെ ഡെപ്തിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ വേറെ വേറെ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ഓരോ റീസൺ ഉണ്ട് ഈ പറയുന്നത്. ഇതിന്റെ മുകൾ ഭാഗം 6 ഇഞ്ച്, ഇതിന്റെ മുകൾ ഭാഗത്തിന് 6 ഇഞ്ച് മേലെ വെള്ളം എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ മുളയാണെങ്കിൽ അത്രയും താത്തി വെച്ച് കൊടുക്കുക, ഇല്ലിക്കമ്പുകളാണെങ്കിൽ അത്രയും താത്തി വെച്ച് കൊടുക്കുക നമുക്ക്. അതല്ലെങ്കിൽ PVC ഫ്രെയിം ആണെങ്കിൽ അത്രയും താത്തി വെച്ച് കൊടുക്കുക. ടിന്നാണെങ്കിൽ അതും അത്രയും താത്തി വെച്ച് കൊടുക്കുക. ഒരിക്കലും വെള്ളത്തിന്റെ ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുക്കരുത്. മാത്രമല്ല നമ്മളിത് കൂടുണ്ടാക്കുമ്പോഴൊന്നും ഒരിക്കലും അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവര് അവരുടേതായ കാര്യങ്ങൾ വിട്ടു കൊടുക്കും. നമ്മൾ ഇടക്കിടക്ക് പോയി നോക്കുക, ഇളക്കി നോക്കുക, ഇതൊന്നും ചെയ്യരുത്. ഇനി നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാം കാണിക്കാൻ പറ്റില്ല. അതിനുള്ള ഇപ്പൊ നമുക്കിതാ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് പൊങ്ങ് കിട്ടിയിട്ട്, അപ്പൊ അത് നമുക്ക് കൊടുക്കാം. ഈ പൊങ്ങൊക്കെ നന്നായി തിന്നും, നല്ലതാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പൊങ്ങ് ചെറുതായിട്ട് ചെറിയ പീസാക്കുക. കുഴപ്പമില്ല. ചെറുതാക്കി അരിഞ്ഞ ശേഷം കൈയൊന്നും മുറിയരുതിട്ടാ. ഈ പൊങ്ങ് തന്നെ സ്പോഞ്ച് പോലെയാണ്, ഒറ്റ വിടല വിട്ട കയ്യാ മുറിയും. അപ്പൊ മെല്ലെ നോക്കിയിട്ട്, എനിക്കും പേടിയുണ്ട്. അപ്പൊ കൈ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു, അത് കഴിച്ചോളും, അത് വന്നെടുത്തോളും. അപ്പൊ പൊങ്ങ് കൊടുക്കാം. പൊങ്ങൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പൊങ്ങ് കൊടുക്കുന്നത് ബ്രീഡിങ്ങിനൊക്കെ നല്ല ഒരു സ്പീഡ് ഉണ്ടാവും. നല്ല ഹൈ പ്രോട്ടീൻ ഫുഡല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രെയിമിന്റെ ഫോട്ടോ, കൊട്ട വെച്ചിട്ടുള്ള ഫോട്ടോ, കൂടുണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോ, ഇനി ഇത് കൂടുണ്ടാക്കുന്നത് കിട്ടുകയാണെങ്കിൽ, ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രെയിം, കൊട്ട, ടിന്നിൻ്റെത് എൻ്റെ അടുത്തില്ല, നോക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും ഫോട്ടോസ് കാണിക്കാം. അപ്പൊ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇതിന്റെ ഐഡിയ എന്താണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് പറ്റും. ഇത് അത്ര നാസ ടെക്നോളജി ഒന്നുമല്ല, വളരെ സിമ്പിൾ സാധനമാണ്, ആർക്കും പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ജൈന്റ് ഗൗരമികളെ ബ്രീഡിങ്ങിന്റെ ഏജ് എന്ന് പറഞ്ഞാല് 3 വയസ്സ് മുതൽ 4 വയസ്സിനുള്ളിലാണ് അവര് ബ്രീഡിങ്ങിന് ആവുക. ചിലപ്പോ ഒരു 4 വർഷമൊക്കെ എടുക്കും. അവരെ ആ ഹോർമോണിന്റെ എഫക്റ്റ് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അവർ മെച്ചൂരിറ്റി കാണിക്കുക. പിന്നെ നിങ്ങൾ അഡൽട്ട് ഫിഷിനെ വാങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം മുതലേ പറയുന്നത്, നമ്മുടെ ഈ വീഡിയോസിന്റെ സീരീസ് ഉണ്ട്. അപ്പൊ ആ വീഡിയോസിന്റെ സീരീസ് ആദ്യം മുതലുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ കണ്ടിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇത് നമ്മൾ വയറിംഗ് പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് PVC ഇല്ലേ, PVC പൈപ്പിലും ഉണ്ടാകാം. പിന്നെ ഇത് പക്ഷെ നമ്മൾ തുടക്ക സമയത്ത് നമ്മൾ ഇതുപോലെ കെട്ടി വെച്ചു കൊടുത്തിരുന്നത് മേലെ. ഇതിന്റെ ലെങ്ത് 18 ഇഞ്ച്, പിന്നെ ഹൈറ്റ് 10 ഇഞ്ച്, വിഡ്ത്ത് 12 ഇഞ്ച്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. കണ്ടപ്പോ ഒട്ടൊക്കെ കണ്ടില്ലേ, നേരത്തെ പിക്ചറിൽ കണ്ടില്ലേ, മൊത്തം പുറത്തു പോയിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് ശരിയാവില്ല, അപ്പൊ അടുത്തത് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ്
ഈ ഒരു രീതിയിലൊക്കെ വന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ ഫുൾ മേലാണ് വെച്ച് കൊടുത്തിരുന്നത്, അപ്പൊ ഇങ്ങനെ മുട്ട പുറത്തു പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് PVC-യുടെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് മുളയുടെ കൊട്ടൊക്കെ കിട്ടും, അതും വെച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പൊ ഏതാണോ സൂട്ടബിൾ, നിങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ കണ്ടില്ല, ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മുട്ട പുറത്തു പോയിരുന്നു. പിന്നെ ഇത് പടുതാകുളം, നൈലോൺ ഷീറ്റ് കൊണ്ടുള്ള കുളങ്ങളാണ്. ഇതില് സൈഡിൽ നമ്മൾ ബണ്ട് കെട്ടിയിട്ട് അതില് പുല്ല് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. കോങ്കോസിഗനിൽ പുല്ല് അല്ലെങ്കിൽ CO3 ഏതും ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്കിനി മീനെ പിടിക്കാം. മീനെ പിടിച്ചിട്ട് വേറെ ഒരു ടെമ്പററി ഡബ് ഉണ്ട്, അതിലിട്ടേക്കാം നമുക്ക്. मछली को पकड़ो, वो बड़े वाला। आमीन आमीन नहीं वो अरे മീനെ പിടിക്കുമ്പോ ശരിക്ക് നോക്കി പരിക്കില്ലാണ്ട് പിടിക്കണം. പരിക്ക് പറ്റിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ, വളരെ നല്ല നെറ്റ് ഉപയോഗിച്ചിട്ട്, ഹാർഡല്ലാതെ നെറ്റ് ഉപയോഗിച്ചിട്ട് പിടിക്കണം. ഈ ഹാപ്പ പോലത്തെ നെറ്റ് ഇതുണ്ടല്ലേ, ഇതുപോലെ കൊണ്ടുവരണം. ഇത് ഏകദേശം ഒരു 10 കിലോ വെയിറ്റ് ഉണ്ട്. കാരണം ഇത് ഒരു 9 വർഷമായിട്ട് നമ്മളെ അടുത്തുള്ളതാണ്. കുഞ്ഞു മുതലേ നമ്മളെ ബ്രീഡിങ് ആണ്. ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അധികം പിടക്കൊന്നുമില്ല, പിടക്കാണ്ട് പിടിക്കണം. ഞാൻ എങ്ങനെ കൊണ്ടിടുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഫീമെയില് വൈറ്റിന്റെ. അപ്പോൾ ഇവരെ നമ്മളതിൽ ലെയർ വരുന്നുണ്ട്, ശരിക്ക് കിട്ടുന്നില്ല. ഇതാണ് ഫീമെയില്. പക്ഷെ ആള് ചെരിഞ്ഞെടുക്കാത്ത കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫീച്ചേഴ്സ് കാണിക്കാനേ ഞാൻ പിന്നെ ഒരു ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇത് ബ്രീഡ് ചെയ്യാനായിട്ടുണ്ട്. കണ്ട വയറുണ്ടല്ലേ, അപ്പൊ അതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. അപ്പൊ നമ്മൾ നന്നായി നോക്കിയാൽ നമുക്ക് എന്താ ഇവരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്ര 8 വർഷത്തിന് മേലായി ഇവര് എന്റെ കൂടെ ആയിട്ട്. എന്റെ ഇത് നല്ല ഇണക്കാണ്. ഇതാണ് നമ്മുടെ പിങ്ക് ബ്രീഡിംഗ് പെയർ. ഇത് മെയിലാണ്. മെയിലിന് കീഴ്ചുണ്ട് നല്ല ഉന്തി നിൽക്കും, അതുപോലെ തന്നെ തലയിൽ നല്ല മുഴ ഉണ്ടായിരിക്കും. ഇതിപ്പോ ഏകദേശം 9 വയസ്സോളം ആയിട്ടുണ്ട്. പിന്നെ ഫീമെയിലിന്റെ ചുണ്ട് കണ്ടില്ലേ, അത് ചെറുതായിരിക്കും. പിന്നെ ബോഡി മെയിലിനെക്കാട്ടിയും ചെറുതായിരിക്കും അത് എപ്പോഴും. പിന്നെ ഇതിന്റെ വാലൊക്കെ കണ്ടില്ലേ, ഒരു സ്പെഷ്യൽ നീഡിലൊക്കെ ഉണ്ട് വാലിന്. അതെല്ലാ മീനും ഞാൻ കണ്ടിട്ടില്ല, ഈ മീനുണ്ട്. അപ്പൊ നല്ല സൈസുള്ള മീനാണിത്. അപ്പോ അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ബ്രീഡിംഗ് പെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പ് ഒക്കെ ഉള്ളതിനെ നോക്കിയെടുക്കണം. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോ ഇതുപോലെ നല്ല മീനിനൊക്കെ നോക്കിയെടുത്താൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടും നമുക്ക്. ഇപ്പൊ നമ്മളിനി പിടിക്കുന്നത് റെഡ് ഐനാണ്. വളരെ സിമ്പിൾ ആയിട്ട് പിടിക്കുന്നത്, ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസി ഉള്ള മീനാണ്. പക്ഷെ നന്നായി ശ്രദ്ധിക്കണം നമ്മള്, പരിക്ക് പറ്റരുത്. അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒന്നും വരാതെ സൂക്ഷിക്കണം. കാരണം നമ്മള് ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. നെയിമാണ് ഇത് പിടിക്കുന്നത് മീനെ, അവൻ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇതാണ് റെഡ് ഐ. അതിന്റെ കണ്ണ് കണ്ടില്ലേ, നല്ല ചുവന്നതാവും. ഇത് മെയിലാണ്. അപ്പൊ അതിന് നമ്മള് ഇത് റെഡ് ഐ എടുക്കുന്ന പോണ്ട, അപ്പൊ അതിലേക്ക് വിടണം. ഓക്കെ, അപ്പൊ ആൾക്ക് വലിയൊരു പോണ്ട് കിട്ടി. എൻജോയ്. ഇനി നമ്മള് പിടിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ്. 4 ബ്ലാക്ക് ഉണ്ട്, 4 ഫീമെയിൽ. അത് വേറെ തമാശ ഉണ്ടായതില്, അത് നമുക്ക് പിറ്റേ ദിവസം പറയാം. ഓക്കെ, അത് 4 ഫീമെയിലാണ്. ആ ഫീമെയിലിന്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം.
നെയിം ആൾ എക്സ്പെർട്ട് ആയിട്ടാ ചിരിക്കാണ് ഞാൻ പിടിക്കുന്നത്. അപ്പോൾ ബ്ലാക്കിന്റെ നെയിം പിടിച്ചുകൊണ്ടുണ്ട്. ഏകദേശം 3.5 വയസ്സെത്തിയ ഫീമെയിലാണ്. 3.5 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സിനോട് അടുക്കണം. ഇവിടെ ബ്രീഡായ കുഞ്ഞാണ്. ഇത് കണ്ടില്ലേ, ഇതിന്റെ ചിറക് കണ്ടില്ലേ, ചിറകിന്റെ അടിയിൽ ബ്ലാക്ക്, അതുപോലെ തന്നെ ചുണ്ട് കണ്ടില്ലേ, ചെറുതാണ്. അപ്പൊ ഇത് ഫീമെയിലാണ്. അതിന് ഈ ടാങ്കിലാണ്, വേറെ ടാങ്കിൽ. നമുക്ക് ഇനി മെയിൽ വാങ്ങണം. അപ്പോ നമ്മള് വീഡിയോയിലേ അറിയുന്ന പല കാര്യങ്ങളും നമ്മൾ പല വീഡിയോയിലും ഷെയർ ചെയ്യുക. അപ്പോൾ എഴുതി വെച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരു സ്ക്രിപ്റ്റഡ് ആക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓർമ്മ വരുന്നത് ഓരോ വീഡിയോയിലും. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ ഒന്ന് പോയി കാണണം, മുമ്പിട്ടുള്ള വീഡിയോകളും. അതുപോലെ തന്നെ ജൈൻ ഗൗരാമിനെ നന്നായി മനസ്സിലാക്കണം. എന്ത് മീനാണ്, എന്താണ് അതിൻ്റെ ഡയറ്റ്, എന്താണ് ഭക്ഷണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ വളർത്താൻ തുടങ്ങാൻ. അതുപോലെ തന്നെ ബ്രീഡിങ് ഒക്കെ ഈസിയാണ്, പക്ഷെ നമ്മൾ നമ്മുടെ എഫേർട്ട് അതിൽ നന്നായി കാണിക്കണം, എന്നാലാണ് നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ മീനൊക്കെ പിടിച്ച് തലയിൽ എണ്ണൊക്കെ തേച്ച് നിൽക്കുകയാണ്. അപ്പം ഇനി കുളിച്ചിട്ട് വരാപ്പത്തിനും ടാങ്കി ഒന്ന് നന്നായി ഉരച്ച് തേച്ച് കഴുകട്ടെ നമ്മളെ ബായ്. അപ്പോൾ നമ്മൾ ടാങ്കിയൊക്കെ നന്നായി വൃത്തിയാക്കി കഴിഞ്ഞ് പുതിയ വെള്ളം അടിച്ചിട്ട് നമ്മൾ മീനിനെ ഇതിലേക്ക് മാറ്റും. ആ 2 മീനെ മാത്രമേ ഇനി മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൂടുണ്ടാക്കി ഇനി മുട്ടയിടുന്നതും അതുപോലെ കൂടുണ്ടാക്കുന്ന മെറ്റീരിയൽസ് പഴയതാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നമ്മുടെ ഫുഡ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് വീഡിയോ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പല സബ്ജക്റ്റും പല വീഡിയോയിലായിരിക്കും പറയാം. ചില സബ്ജക്റ്റിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും, അത് മറന്നു പോകുന്നുണ്ടെങ്കിലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് കാണിക്കാം. ഓക്കെ. പിന്നെന്താ, അതിന് വേറൊരു കാര്യം എന്താ വെച്ചാൽ കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ചെടികളുടെ ഇലുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ പോയിന്റും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോകണം. ഈ ചെടിയുടെ ഇല കൊടുക്കരുത്. ഇങ്ങനത്തതൊന്നും നമ്മൾ ഗൗരാമിക്ക് കൊടുക്കാൻ പാടില്ല. ഈ ചെടിയുടെ ഇല ഇതിൽ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്, നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കുട്ടികളൊക്കെ വന്നാലും ഈ ഇല നമ്മളെ മീനുകൾക്ക് ഇട്ട് കൊടുക്കരുത്. കാണാൻ വേണ്ടി ചിലപ്പോൾ കുട്ടികളൊക്കെ ഇത് പറിച്ചിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുക, വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മളിതാ അതിനെ മെല്ലെ ഇറക്കി വിടുക. അപ്പൊ നമ്മളെ ടാങ്ക് വൃത്തിയാക്കി വെള്ളം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മള് മീനെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീനും കൂടിയും കൊടുത്തിടാനുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഇതിന് കൂട് വെക്കാനുള്ള മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ മീൻ ഫീമെയിൽ. ഈ ക്യാമറ നമുക്ക് വെള്ളമാവോന്ന് പേടിച്ചിട്ടാണ് ഈ ബാക്കിലേക്ക് പോണേക്ക. അപ്പോൾ ഇതാ 2 ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമുക്ക് വെള്ളം ടോപ്പപ്പ് ചെയ്യാം. അപ്പം ഇനി ബ്രീഡിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ, അടുത്തല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാം. നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് നെസ്റ്റിങ്ങിനുള്ള, അതായത് കൂട് വെക്കാനുള്ള മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കാന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഗൗരാമിനെ എല്ലാവർക്കും വളർത്താൻ പറ്റും, എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.